തേയ്മാനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് ആദ്യം ഫിസിയോതെറപ്പി മുഖാന്തരം ഇത് ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടുകയും പിന്നെ നമ്മളുടെ ചില ഗെയ്റ്റ് പാറ്റേൺസ് ഒക്കെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് ഇതിനെ കുറച്ച് ഇതിൻ്റെ കാഠിന്യം കൂടാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ചില നീ ബ്രേസസും ഓർത്തോസിസ് എന്ന് പറയുന്ന സപ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കുകയാണെങ്കിലും കുറച്ച് നാളത്തേക്ക് നമ്മളിത് തേയ്മാനം വരാതെ തള്ളി നീക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഏർലി സ്റ്റേജസ്, തുടക്കം സ്റ്റേജിലൊക്കെ ആണെങ്കിൽ മുട്ടിന് എടുക്കാൻ പറ്റുന്ന ചില ഇഞ്ചെക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിപ്പം PRP എന്ന് പറയുന്നതായിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, നമ്മൾ അത് മുട്ടിൻ്റെ ഭാഗങ്ങളിൽ എടുക്കുകയാണെങ്കിൽ തേയ്മാനം വരുവാനുള്ള ചാൻസും തേയ്മാനത്തിന് കാഠിന്യം കൂടാതിരിക്കുവാൻ നമുക്ക് തടയാൻ പറ്റും. നാലാമത്തെ കാര്യം, അത് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിച്ചെല്ലുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്, മുട്ട് മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയയിൽ കൂടെ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ കഴിയും. ഈ വക കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തേയ്മാനത്തിനെ കൈകാര്യം ചെയ്യുവാൻ എളുപ്പമാണ്. താങ്ക് യു.